അങ്കമാലി ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി അത് സംബന്ധിച്ച് ഇടതുപക്ഷ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ 7 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ 2004 മുതൽ 2014 വരെയുള്ള കാലയളവ്, കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായ കാലയളവ്, ഈ 2 കാലയളവിലല്ലാതെ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട് 1 ഇഞ്ച് പ്രവർത്തനം നടന്നിട്ടില്ല. 1997 ശബരി റെയിൽവേക്ക് അംഗീകാരം ലഭിച്ചുവെങ്കിലും അത് സംബന്ധിച്ചുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉൾപ്പെടെ ആരംഭിക്കുന്നത് 2004 ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അന്ന് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ സമയത്താണ് മൂവാറ്റുപുഴയിൽ സ്ഥലമെടുപ്പ് ഓഫീസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്ഥലമെടുപ്പ് നടപടികളെല്ലാം ആരംഭിച്ചത്. പിന്നീട് 2014 അന്നത്തെ UPA ഗവൺമെൻറ് ഭരണം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് 7 കിലോമീറ്റർ ശബരി റെയിൽവേ അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കാലടി റെയിൽവേ സ്റ്റേഷൻ വരെ പൂർത്തീകരിച്ചു. കാലടിയിൽ പെരിയാറിന് കുറുകെ ഒരു റെയിൽവേ പാലം അവിടെ നിർമ്മിച്ചു. അങ്ങനെ 7 കിലോമീറ്റർ ഭാഗം അന്ന് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. എന്നാൽ 2014 UPA ഗവൺമെൻറ് അധികാരം അവസാനിപ്പിച്ച് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ. ഇതിനിടയിൽ BJP ഗവൺമെൻറ്, അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ്, അന്നത്തെ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നു, മുന്നോട്ട് വെച്ച ആശയമനുസരിച്ച് പകുതി ഷെയർ കേന്ദ്രത്തിന് കൈമാറണം എന്നുള്ള ഒരു ഡിമാൻഡ് വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അത് അംഗീകരിച്ചുകൊണ്ട് 50% ഷെയർ നൽകാമെന്നുള്ള വാക്ക് നൽകിയെന്ന് മാത്രമല്ല 2015 ഗവൺമെൻറ് ഉത്തരവിറക്കി. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 2016 ഒക്ടോബർ മാസത്തിൽ തന്നെ തൊട്ടുമുമ്പത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ് UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേന്ദ്രത്തിന് നൽകിയ വാഗ്ദാനം പിൻവലിക്കുകയാണ്. പകുതി ഷെയർ എന്നുള്ളത് 2016 ഇടതുപക്ഷ ഗവൺമെൻറ് പിൻവലിച്ചു. 2016 ആ ഡിമാൻഡിൽ നിന്നും പിൻവലിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശബരി പദ്ധതി മുടങ്ങിപ്പോയത് അല്ലെങ്കിൽ അത് മരവിക്കപ്പെട്ടു പോയത്. ഞാൻ MP ആയ 2019 ഈ പദ്ധതി മരവിച്ച് കിടക്കുകയാണ്. അപ്പോൾ 2016 കേന്ദ്രത്തിന് കത്തു നൽകി പകുതി ഷെയർ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പിൻവലിച്ച ഇടതുപക്ഷ ഗവൺമെൻറ് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശബരി പദ്ധതി ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോയത് എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. പിന്നീട് 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പകുതി ഷെയർ കൊടുക്കാൻ തയ്യാറാണ്. ആ കൂടെ കുറേ കണ്ടീഷനും വെച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെ വരുമാനത്തിൻ്റെ പകുതി സംസ്ഥാന ഗവൺമെൻറ് വേണം, ടിക്കറ്റ് വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം കേരള സർക്കാരിന് വേണം. ഇങ്ങനെ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. കേന്ദ്രം ആ ഡിമാൻഡ് അംഗീകരിച്ചില്ല. അങ്ങനെ വീണ്ടും അത് മുടങ്ങിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉദാരമായ ഒരു സമീപനമായിരുന്നില്ല കേരള ഗവൺമെൻറ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. മാത്രമല്ല ഈ പദ്ധതി തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല പിണറായി ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പോൾ 10 വർഷക്കാലം അങ്കമാലി ശബരി റെയിൽവേ പാത മുടങ്ങിക്കിടന്നതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് വരാം. അതിനുശേഷം എന്താണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് കിഫ്ബി വഴിയായി 1900 കോടി രൂപ ഞങ്ങൾ വകയിരുത്തുന്നു എന്ന തരത്തിൽ ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ ആ തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ ആയിരുന്നില്ലല്ലോ ശബരി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. എന്നിരുന്നാലും നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ 10 വർഷക്കാലം കാര്യമായി ഒന്നും ചെയ്യാതെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് തടിതപ്പി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇടതുപക്ഷ നേതൃത്വം ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 50 ദിവസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സമരവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ വിരോധാഭാസമാണ്. അത് ജനാധിപത്യ മര്യാദയല്ല. ഇവിടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനോ UDF നേതൃത്വമോ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്കമാലി ശബരി പാത ഞങ്ങൾ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അതിന് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. MP മാരുടെ സമ്മേളനത്തിൽ കൃത്യമായി ആ കാര്യം വ്യക്തമാക്കി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഈ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് പറഞ്ഞത്. അതല്ല ശബരി പാത ഉപേക്ഷിച്ചു എന്ന് UDF നേതൃത്വം ഒരിടത്തും പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. കിഫ്ബി വഴിയായി പണം കണ്ടെത്തുമെന്ന് മുൻ ഗവൺമെൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തിൽ കിഫ്ബി വഴിയായി പണം കണ്ടെത്തുമെന്ന് മുൻ ഗവൺമെൻറ് തീരുമാനം അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ അതപ്പോൾ ബഡ്ജറ്റിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ UDFിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ നിലവിലുള്ള ഗവൺമെൻറ് ഈ കാര്യത്തിൽ
മുൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിട്ടാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇനി അതല്ലെങ്കിൽ മറ്റു തരത്തിലാണോ പണം കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെ ചർച്ച ചെയ്ത് ഉന്നതതല യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ UDF നേതൃത്വം അല്ലെങ്കിൽ UDF ഗവൺമെൻറ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അത് സംബന്ധിച്ച് ഇനി പരിഗണിക്കാൻ പറ്റുന്ന കാര്യമാണോ? സ്ഥലമെടുപ്പാണ് സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വം. കേന്ദ്രമന്ത്രി തുടർച്ചയായി പറയുന്നുണ്ട്. അപ്പോൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ GSTയും റോയൽറ്റിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒഴിവ് കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്രവുമായി സംസാരിച്ച് ചിട്ടപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി തുടർ ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രസ് എന്താണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ് ബ്രീഫിങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായി തന്നെയാണ് അങ്കമാലി ശബരി പാത മുന്നോട്ട് പോകുന്നത്. 10 വർഷക്കാലം ഒന്നും ചെയ്യാതെ ഈ പദ്ധതിക്ക് മേലെ അടയിരുന്ന ഗവൺമെൻറ്, മുൻ LDF ഗവൺമെൻറ്, അപ്പോൾ അവർ അധികാരത്തിൽ നിന്ന് മാറി ഇപ്പോൾ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിൽ പണം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ശരിയല്ല. അത് ജനാധിപത്യ മര്യാദയല്ല. ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു ഉദാരമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഉടനെ തന്നെ അത് സംബന്ധിച്ചുള്ള ആ തീരുമാനത്തിലേക്ക് എത്തും. പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതായാലും പകുതി പണം കേന്ദ്രവുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് ആദ്യം അറിയിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് തീരുമാനം അവിടെ നിൽക്കുന്നു. അപ്പോൾ UDF തീരുമാനം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും അങ്കമാലി ശബരി റെയിൽവേ പാതയിൽ നിന്നും ഈ ഗവൺമെൻറ് പുറകോട്ട് പോകുന്ന യാതൊരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും തുടർന്നും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ പോരാട്ട നാടകമാണ്. അതിൻ്റെ പേരിൽ ഇന്നലെ മൂവാറ്റുപുഴ സമരം ഉണ്ടായിരുന്നു. തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വാഗ്വിലാസങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. UDF സംബന്ധിച്ചിടത്തോളം ശബരി പാത നടപ്പിലാക്കാൻ UDF MPമാർ, കേരള ഗവൺമെൻറ് ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.